ഈ ഓവർ കോൺഫിഡൻസ് കൊണ്ട് പണി കിട്ടിയ ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇതീ കാണുന്നത്. നിങ്ങൾ വിചാരിക്കണം ഈ ഒരു പീസ് ഓഫ് പേപ്പർ കൊണ്ട് എന്ത് പണി കിട്ടിയെന്നില്ലേ? ഇതന്നെയാണ് ഞാനും വിചാരിച്ച്. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരു പീസ് ഓഫ് പേപ്പർ മതി പറഞ്ഞ് തുടങ്ങിയതാ. പിന്നെ എൻ്റെ ഓവർ കോൺഫിഡൻസ് ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഞാൻ കളർ പേപ്പറാണ് യൂസ് ചെയ്തത്. അങ്ങനെ എത്ര കളർ പേപ്പർ പോയെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് കളർ പേപ്പർ യൂസ് ചെയ്യണ്ട കേട്ടോ. വൈറ്റ് പേപ്പർ ചെയ്ത് പഠിച്ചിട്ട് കളർ പേപ്പർ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് ഈ ഒരു പീസ് ഓഫ് പേപ്പർ മതി. അതിനൊന്ന് നോട്ട് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെൻറ്റഗൺ ഷേപ്പ് വരും. ഇനി ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള പേപ്പറിനെ ഒന്ന് മടക്കിയെടുക്കാം. മടക്കുമ്പോൾ ഓരോ എഡ്ജും പ്രോപ്പർ ആവണം കേട്ടോ. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള അത് ഉള്ളിലേക്കായിട്ട് ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ, ഓരോ എഡ്ജസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാർ ഷേപ്പായി വരും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റാർസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു റെയിൻബോ തീം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് വെറുതെ വെക്കാനല്ല, ഒരു ഫ്രെയിമിൽ ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു ഫ്രെയിം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫ്രെയിമിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഓരോ സ്റ്റാർസും ഒരു സെമി സർക്കിളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ മാത്രം ഒട്ടിച്ചു കൊടുത്ത ഒരു രസമില്ല പറഞ്ഞിട്ട് ഞാനൊരു കോട്ട്സും കൂടി സെറ്റാക്കിയിട്ട് നമ്മുടെ ഫ്രെയിം സെറ്റാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.